27 വർഷങ്ങൾക്ക് ശേഷം മലയാളികളുടെ ഹൃദയം സ്വന്തമാക്കിയ ഒരു സിനിമ തിരികെ വരുന്നു. അതെ, സമ്മർ ഇൻ ബത്ലഹേം തിരിച്ച് സ്ക്രീനിൽ, അതും 4Kയിൽ റീ റിലീസാണ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 12-ാം തീയതി. ഇനി നിങ്ങളോടൊരു ചോദ്യം, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ 4Kയിൽ റീ റിലീസ് ചെയ്യാൻ പോകുന്ന സമ്മർ ഇൻ ബത്ലഹേം കാണാൻ നിങ്ങൾ എത്ര പേരാണ് തിയേറ്ററിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൂടാതെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ കണ്ടത് തിയേറ്ററിലാണോ അതോ TV-യിലാണോ അതോ OTT-യിലാണോ? അപ്പോൾ നമുക്ക് ഈ സിനിമയിലെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം കലാഭവൻ റഹ്മാനാണ് ഈ സിനിമയിൽ ഒരു കൊറിയർ ഏജന്റ് ആയിട്ടായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 27 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 60 ആണ്. അടുത്തത് സംവിധായകൻ M. രഞ്ജിത്ത് ആണ്. ഈ സിനിമയിൽ ലോറൻസ് എന്നൊരു കഥാപാത്രമായിരുന്നു രഞ്ജിത്ത് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രഞ്ജിത്തിന്റെ പ്രായം 28 ആയിരുന്നു. ഇപ്പോൾ രഞ്ജിത്തിന്റെ പ്രായം 55 ആണ്. അടുത്തത് അലാബാലയാണ്. അലാബാല ഈ സിനിമയിൽ ജയറാമിന്റെ കസിൻ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അലാബാലയുടെ പ്രായം 8 ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായം 35 ആണ്. അടുത്തത് കൃഷ്ണയാണ്. കൃഷ്ണയും ജയറാമിന്റെ മറ്റൊരു കസിൻ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൃഷ്ണയുടെ പ്രായം 10 ആയിരുന്നു. ഇപ്പോൾ കൃഷ്ണയുടെ പ്രായം 38 ആണ്. അടുത്തത് അൻസു സ്റ്റീഫൻ ആണ്. അൻസു സ്റ്റീഫൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 5 ആയിരുന്നു. ഇപ്പോൾ അൻസു സ്റ്റീഫന്റെ പ്രായം 32 ആണ്. അടുത്തത് കൃപയാണ്. കൃപ ഈ സിനിമയിൽ ജയറാമിന്റെ മറ്റൊരു കസിൻ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൃപയുടെ പ്രായം 9 ആയിരുന്നു. ഇപ്പോൾ കൃപയുടെ പ്രായം 36 ആണ്. അടുത്തത് നിവിയ റബിനാണ്. നിവിയ റബിനും ജയറാമിന്റെ മറ്റൊരു കസിൻ ആയിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നിവിയയുടെ പ്രായം 12 ആയിരുന്നു. ഇപ്പോൾ നിവിയയുടെ പ്രായം 39 ആണ്. അടുത്തത് ധന്യ മേനോനാണ്. ധന്യ മേനോനും ഈ സിനിമയിൽ ജയറാമിന്റെ മറ്റൊരു കസിൻ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ധന്യയുടെ പ്രായം 14 ആയിരുന്നു. ഇപ്പോൾ ധന്യയുടെ പ്രായം 41 ആണ്. അടുത്തത് സുജിതയാണ്. സുജിതയും ഈ സിനിമയിൽ മറ്റൊരു കസിൻ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുജിതയുടെ പ്രായം 15 ആയിരുന്നു. ഇപ്പോൾ സുജിതയുടെ പ്രായം 42 ആണ്. അടുത്തത് സാദിഖാണ്. സാദിഖ് ഈ സിനിമയിൽ ചന്ദ്രപ്പൻ എന്നൊരു പോലീസ് ഓഫീസർ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സാദിഖിന്റെ പ്രായം 35 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 62 ആണ്. അടുത്തത് അഗസ്റ്റിനാണ്. അഗസ്റ്റൻ ഈ സിനിമയിൽ അപ്പുണ്ണി നായർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അഗസ്റ്റിന്റെ പ്രായം 42 ആയിരുന്നു. അദ്ദേഹം 2013 58 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ഗിരിജ പ്രേമനാണ്. ഗിരിജ പ്രേമൻ ഈ സിനിമയിൽ നമ്മുടെ ജയറാമിന്റെ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഗിരിജയുടെ പ്രായം 41 ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായം 68 ആണ്. അടുത്തത് റീനയാണ്. റീന അതായത് നമ്മുടെ മഞ്ജു വാര്യരുടെ അഡോപ്റ്റഡ് അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 45 ആയിരുന്നു. ഇപ്പോൾ അവരുടെ പ്രായം 70 ആണ്. അടുത്തത് VK ശ്രീരാമനാണ്. VK ശ്രീരാമൻ ഈ സിനിമയിൽ ബാലചന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അതായത് നമ്മുടെ മഞ്ജു വാര്യരുടെ അഡോപ്റ്റഡ് ഫാദർ ആയിരുന്നു ഈ സിനിമയിൽ VK ശ്രീരാമൻ. അഭിനയിക്കുമ്പോൾ പ്രായം 45. ഇപ്പോൾ പ്രായം 72 ആണ്. അടുത്തത് സുകുമാരിയാണ്. സുകുമാരി ഈ സിനിമയിൽ ജയറാമിന്റെ ഗ്രാൻഡ് മദർ ആയിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 58.
2013 72 വയസ്സിൽ സുകുമാരി അന്തരിച്ചു. നിങ്ങൾക്ക് ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ അവസാനമായിട്ട് ഈ സിനിമ എപ്പോഴാണ് കണ്ടത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് TV-യിലാണോ OTT-യിലാണോ എന്ന് കൂടി തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ജനാർദ്ദനാണ്. ജനാർദ്ദൻ ഈ സിനിമയിൽ റിട്ടയർഡ് കേണലായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ 52 വയസ്സായിരുന്നു. 2025 79 വയസ്സാണ്. അടുത്തത് കലാഭവൻ മണിയാണ്. കലാഭവൻ മണി ഈ സിനിമയിൽ മോനായി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കലാഭവൻ മണിയുടെ പ്രായം 27 ആയിരുന്നു. 2016 46 വയസ്സിൽ കലാഭവൻ മണി അന്തരിച്ചു. അടുത്തത് മഞ്ജുളയാണ്. മഞ്ജുള ഈ സിനിമയിൽ അപർണ അഥവാ ജയറാമിൻ്റെ ഒരു കസിനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മഞ്ജുളയുടെ പ്രായം 28 ആയിരുന്നു. ഇപ്പോൾ മഞ്ജുളയുടെ പ്രായം 55 ആണ്. അടുത്തത് മയൂരിയാണ്. ഗായത്രി എന്നൊരു കഥാപാത്രമായിരുന്നു മയൂരി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മയൂരിയുടെ പ്രായം 15 ആയിരുന്നു. 2005 22 വയസ്സിൽ മയൂരി അന്തരിച്ചു. അടുത്തത് ശ്രീജയ നായരായിരുന്നു. ശ്രീജയ നായർ ഈ സിനിമയിൽ ദേവിക എന്ന ഒരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഥവാ ജയറാമിൻ്റെ മറ്റൊരു കസിനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 20 ആണ്. ഇപ്പോൾ പ്രായം 47 ആണ്. അടുത്തത് സംഗീതയാണ്. സംഗീത ഈ സിനിമയിൽ ജ്യോതി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ജയറാമിൻ്റെ മറ്റൊരു കസിനായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 20 ആയിരുന്നു. ഇപ്പോൾ ജ്യോതിയുടെ പ്രായം 47 ആണ്. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാൽ ഈ സിനിമയിൽ നിരഞ്ജൻ കുമാർ എന്നൊരു ഗസ്റ്റ് റോളിലായിരുന്നു വന്നിരുന്നത്. അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 38 ആയിരുന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 65 ആണ്. അടുത്തത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ ഈ സിനിമയിൽ അഭിരാമി അഥവാ ആമി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മഞ്ജു വാര്യരുടെ പ്രായം 20 ആയിരുന്നു. ഇപ്പോൾ മഞ്ജു വാര്യരുടെ പ്രായം 47 ആണ്. അടുത്തത് ജയറാമാണ്. ജയറാം ഈ സിനിമയിൽ രവിശങ്കർ അഥവാ രവി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജയറാമിൻ്റെ പ്രായം 32 ആയിരുന്നു. ഇപ്പോൾ ജയറാമിൻ്റെ പ്രായം 59 ആണ്. അടുത്തത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഈ സിനിമയിൽ ഡെന്നീസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പ്രായം 40 ആയിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രായം 67 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. 27 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമ്മർ ഇൻ ബത്ലഹേം ഇനിയും മലയാളികളുടെ ഹൃദയത്തിൽ എവർഗ്രീൻ പ്രണയസ്മരണയാണ്. നമുക്ക് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലായിട്ട് ഏതെങ്കിലും മൂവീസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപ്രകാരം നമ്മൾ ആ ഓർഡറിൽ തീർച്ചയായിട്ടും മൂവിയും കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.